പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നീ പ്രഭാതം നൽകി അനുഗ്രഹിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് എപ്പോഴും ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നുവല്ലോ. വിശുദ്ധ കത്തായുടെ രക്തസാക്ഷിത്വ തിരുനാളിൽ ഈ വിശുദ്ധ തൻ്റെ പീഡനങ്ങൾക്കിടയിലും അങ്ങേ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങളും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച വിൻഠയിനും അതുപോലെ തന്നെ പല യുവാക്കളും ആഗ്രഹിച്ചെങ്കിലും അവൾ കർത്താവിന് തൻ്റെ മണവാട്ടിയായി തന്നെ നൽകിയിരുന്നത് കൊണ്ട് ഒരു പീഡനങ്ങൾക്കും അവളെ മാറ്റുവാനായിട്ട് സാധിച്ചില്ല. ഇരുമ്പ് ദണ്ടുകൾ കൊണ്ടടിച്ചു, മാംസങ്ങൾ വലിച്ചു കീറി അവളുടെ പീഡനങ്ങൾ ഇരട്ടിയാക്കിയപ്പോഴും കർത്താവിലുള്ള ആശ്രയം അവൾ ശക്തമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിച്ചു. തൻ്റെ ജീവിതം സമ്പൂർണ്ണമായിട്ടും ക്രിസ്തുവിനുള്ളതാണെന്ന ബോധ്യമുണ്ടായി. രണ്ടാമതും പീഡനമുറകൾ ഉപയോഗിച്ചുകൊണ്ട് അവളെ പീഡിപ്പിച്ച സമയത്ത് ഭൂമികുലുക്കം പോലും ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുന്ന മനുഷ്യർക്ക് പലപ്പോഴും അടയാളങ്ങളിലൂടെ ദൈവം സംസാരിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്വദേശത്ത് സ്വീകരിക്കാതിരുന്ന ഈശോയെ നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ വേദന, തള്ളിക്കളയലിൻ്റെ വേദന, ഒറ്റിക്കൊടുക്കലിൻ്റെ വേദന വളരെ വലുതാണ്. അങ്ങേ സ്വന്തം നാട്ടുകാർ തള്ളിപ്പറഞ്ഞപ്പോൾ, അങ്ങയുടെ അത്ഭുതശക്തി അവർ നിരാകരിച്ചപ്പോൾ, അങ്ങയുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് അവർ അങ്ങേ തള്ളിക്കളഞ്ഞപ്പോൾ, കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെ വ്യക്തിപരമായി മറ്റുള്ളവർ അധിക്ഷേപിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്ഥലങ്ങൾ, ജന്മദേശങ്ങളൊക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, എന്നാൽ നീയാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ ഞങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം, എന്നാൽ നീയാണ് ഞങ്ങൾക്ക് സ്വാന്തനം നൽകുന്നത്. സുവിശേഷത്തിന് വേണ്ടി ജീവിതത്തെ പലപ്പോഴും വെല്ലുവിളികളോടെ നേരിടേണ്ടി വന്നേക്കാം. ഇസഖത്തെ പോലെ ജീവൻ തന്നെ ബലിയായി കൊടുക്കേണ്ടി വന്നേക്കാം. ഇതാ കർത്താവേ, ഇവരുടെയൊക്കെ മാതൃക ഞങ്ങളുടെ മുന്നിലുണ്ടാകുമ്പോൾ നിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങളറിയും. നിൻ്റെ ഈ സ്നേഹത്തിൽ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും തള്ളിപ്പറയാത്തവൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുവാനും അവനിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.